നമസ്കാരം. പ്രധാന വാർത്തകൾ. കോഴിക്കോടുണ്ടായ വാഹനാപകടത്തിൽ മണ്ണാർക്കാട് സ്വദേശികളായ 2 വിദ്യാർത്ഥികൾ മരിച്ചു. 22 വയസ്സുള്ള ഫായിസ് അലി, ഫർസാൻ എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച ബൈക്ക് KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തിരുവിഴാംകുന്ന് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ സ്ഥലത്തെ മരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവം അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 71 കോടിയുടെ വികസന പദ്ധതികളുമായി മണ്ണാർക്കാട് നഗരസഭയിൽ 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണത്തിനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ. ബജറ്റിൽ മണ്ണാർക്കാടിന്റെ വികസനത്തിനുതകുന്ന ഒന്നുമില്ലെന്ന് BJP അംഗം. ആരോഗ്യമേഖലയിലും കാർഷിക മേഖലയിലും നൂതന പദ്ധതികളുമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. 2400 ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ലക്ഷ്യം വെച്ച് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനും പുതിയ ബജറ്റ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണത്തിനും മുൻഗണന. സ്ക്രാപ്പ് ഇടപാടിന്റെ പേരിൽ 3.5 കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിൽ പട്ടാമ്പി സ്വദേശികളായ ദമ്പതികൾ അറസ്റ്റിൽ. RSS മുൻ നേതാവ് K. കണ്ണൻ, ഭാര്യ ജീജാബായ് എന്നിവരാണ് അറസ്റ്റിലായത്. ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ പരാതിയിലാണ് അറസ്റ്റ്. ഭരണപരാജയം മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ പോയി സമരം നടത്തിയതെന്ന BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ. ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും CK പത്മനാഭൻ. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ഉണ്ടായ വാഹനാപകടത്തിൽ മണ്ണാർക്കാട് സ്വദേശികളായ 2 വിദ്യാർത്ഥികൾ മരിച്ചു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. ബൈക്ക് KSRTCയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തെങ്കര പുഞ്ചക്കോട് നിലയൻകോടൻ സലാമിൻ്റെ മകൻ ഫായിസ് അലി, പുല്ലശ്ശേരി കരിമ്പനയ്ക്കൽ കമ്മാപ്പയുടെ മകൻ ഫർസാൻ എന്നിവരാണ് മരിച്ചത്. ഇരുവർക്കും 22 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് KSRTC ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. കോഴിക്കോട് CA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളാണ് ഇവർ. വിവരമറിഞ്ഞ ബന്ധുക്കൾ കോഴിക്കോട്ടെത്തി. തിരുവിഴാംകുന്ന് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥലത്ത് നടന്നിട്ടുള്ള അനധികൃത മരം മുറി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടപ്പാടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി P. അഹമ്മദ് അഷ്റഫ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തിരുവിഴാംകുന്ന് അമ്പലപ്പാറ റോഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി P. അഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും ഈ ഫാമിലെ ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും പിന്നെ ആരൊക്കെയാണ് ഇതിൻ്റെ പ്രതികളെങ്കിൽ അവരുടെയൊക്കെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതോടൊപ്പം എത്ര രൂപയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് അത് ആ പ്രതികളിൽ നിന്ന് വസൂലാക്കത്തക്ക രീതിയിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് വരണം. ഞങ്ങളൊരു സമാധാനപരമായിട്ടുള്ള സമരത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതപ്പോൾ കുറേ പോലീസുകാരൊക്കെ ഇവിടെ ഉണ്ട്. പോലീസുകാരിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ എവിടെയാണ് സമരം നടത്തുന്നതെങ്കിൽ അവിടെ വന്ന് ആ ആളുകളുടെ പേരിൽ കേസെടുത്ത് അവരുടെ പേരിൽ 10,000-2,000 രൂപ ഫൈൻ അടപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഈ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 7-8 കൊല്ലമായി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറയാം, ഇനി നിങ്ങളങ്ങനെ ഫൈൻ അടക്കാനാണ് തീരുമാനമെങ്കിൽ ആ ഫൈൻ അടക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ഞങ്ങൾ കേസ് നടത്താൻ പോകുക. നിങ്ങളും ഒന്ന് കോടതിയിൽ ഹാജരാകുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉമ്മർ മനച്ചിത്തൊടി അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. പ്രീത, പ്രവാസി കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TK ഇപ്പു, A. അസൈനാർ, CJ രമേശ്, P. കൃഷ്ണപ്രസാദ്, മണികണ്ഠൻ വടശ്ശേരി, സിജാദ് അമ്പലപ്പാറ, സാനിർ മണലടി, A. ദീപ, ഇസ്മയിൽ മാട്ടാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഭവന നിർമ്മാണത്തിനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകി മണ്ണാർക്കാട് നഗരസഭയിൽ 71 കോടി രൂപയുടെ വികസന ബജറ്റ്. 71.27 കോടി രൂപ വരവും 70.7 കോടി രൂപ ചെലവും 1.4 കോടി രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ K. പ്രസീത അവതരിപ്പിച്ചത്. നഗരസഭയിൽ വാർഡുകളിൽ ഒന്നും നടക്കുന്നില്ലെന്ന് BJP അംഗം ആരോപിച്ചു. വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമാക്കി 2.5 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. വയോജനങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി 90 ലക്ഷം രൂപയും നഗരസഭ ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ്, ഷീ ലോഡ്ജ് എന്നിവയ്ക്കായി 15 കോടി രൂപയും വകയിരുത്തി. ശുദ്ധജല വിതരണ പദ്ധതിക്കും സോളാർ ഗ്രിഡ് പദ്ധതികൾക്കും പ്രത്യേക തുക വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണത്തിന് 8 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 4 കോടിയും നോൺ റോഡ് മെയിൻ്റനൻസ് വിഭാഗത്തിൽ 2.66 കോടിയും വകയിരുത്തി.
മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിക്ക് 1.25 കോടിയും ആയുർവേദ ഡിസ്പെൻസറിക്ക് 15.5 ലക്ഷവും വ്യക്തിഗത മാലിന്യ പരിപാലനത്തിന് 40 ലക്ഷവും പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾക്ക് 80 ലക്ഷവും ആരോഗ്യ ഉപകേന്ദ്രങ്ങൾക്ക് 40 ലക്ഷവും വകയിരുത്തിയ ബജറ്റാണ് ഉപാധ്യക്ഷ കെ പ്രസീത അവതരിപ്പിച്ചത്. 2022-23 ബജറ്റിൽ പ്രഖ്യാപിച്ച മണ്ണാർക്കാട് നഗരസഭയുടെ സ്വപ്ന പ്രൊജക്റ്റായ പുതിയ ഓഫീസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഷീ ലോഡ്ജ് കൺവെൻഷൻ സെന്റർ കെട്ടിടത്തിന്റെ DPR തയ്യാറായിട്ടുണ്ട്. 21 കോടി മതിപ്പ് ചെലവ് പ്രതീക്ഷിക്കുന്ന നിർമ്മാണത്തിന് നഗരസഭയുടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി മതിയാവാത്തതിനാൽ ബാങ്ക് വായ്പ എടുക്കുന്നതിന് സർക്കാർ ഉത്തരവായിട്ടുള്ളതും ഈ ഇനത്തിൽ 15 കോടി രൂപ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ എന്ന ഇനത്തിൽ വകയിരുത്തിയിട്ടുള്ളതുമാണ്. അതേസമയം ബജറ്റിൽ മണ്ണാർക്കാടിന്റെ വികസനത്തിന് ഉതകുന്ന ഒന്നും ഇല്ലെന്ന് BJP അംഗം P. പ്രസാദ് പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിനിടെ ഒരു വീട് പോലും നൽകാൻ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മാലിന്യ സംസ്കരണ പദ്ധതി കാര്യക്ഷമമല്ല. മാലിന്യം നിക്ഷേപിക്കുന്നതിന് നൽകിയ ബിന്നുകൾ തുണികൾ മടക്കി വയ്ക്കാനും ചെടി നടാനുമാണ് പലരും ഉപയോഗിക്കുന്നത്. ബിന്നുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ബോധവൽക്കരണം പോലും നടത്തിയില്ലെന്നും പ്രസാദ് പറഞ്ഞു. ഓരോ വാർഡിലെ ഓരോ വീടുകളിലും ബയോ ബിന്ന് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി, അതെങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റി ഒരു ബോധവൽക്കരണം നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടില്ല. അത് നമ്മുടെ ഏറ്റവും വലിയൊരു പോരായ്മയാണ്. ഇപ്പോഴും എൻ്റെ വാർഡിലായിക്കോട്ടെ പുറത്തുള്ള വാർഡുകളിലായിക്കോട്ടെ ഇത് ചെടികൾ നടാനോ അതല്ലെങ്കിൽ തുണികൾ മടക്കി വെക്കാനോ ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ വലിയൊരു പോരായ്മയായി തന്നെ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ചെയർമാൻ പറഞ്ഞു വീടുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. PMAY ആയിക്കോട്ടെ ലൈഫ് ആയിക്കോട്ടെ. അതിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു വീട് പോലും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ കാലങ്ങളിലെ ബാധ്യതകൾ തീർക്കൽ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണസമിതി 87 വീടുകൾ നൽകിയതായി നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. അത് മുൻ ഭരണസമിതി അനുവദിച്ചവയാണെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ തീരുമാനിക്കലല്ല നടപ്പാക്കുന്നതാണ് പ്രധാനമെന്നായിരുന്നു അധ്യക്ഷന്റെ മറുപടി. മാലിന്യ സംസ്കരണത്തിന് 8000 ബയോ ബിന്നുകളുടെ വിതരണം ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും 90% പേരും ഉപയോഗിക്കുന്നുണ്ടെന്നും അധ്യക്ഷൻ പറഞ്ഞു. 87 വീടുകൾ നമ്മൾ വന്നതിന് ശേഷമാണ് കൊടുത്തത്. ഓരോ വാർഡിൽ 3 വീട് വെച്ച് നമ്മൾ പുതുതായി ഈ ഭരണസമിതി വന്നതിന് ശേഷം കൊടുത്തിട്ടുണ്ട്. അതല്ല അത് കൊടുക്കലാണല്ലോ. പാസ്സാക്കാനെല്ലാം പാസ്സാക്കി വെക്കാം. പക്ഷെ കൊടുത്തത് നമ്മൾ ഈ ഭരണസമിതി വന്നിട്ടാണ് കൊടുത്തത്. അതുപോലെ തന്നെ ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഹരിതകർമ്മ സേനയ്ക്കൊരു പുതിയ ഭാവവും മുഖവും നൽകിയത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ പദ്ധതികളും ഇവിടെ സർക്കാർ ഓരോ പദ്ധതികൾ നടപ്പാക്കാൻ പറയുമ്പോൾ ആ പദ്ധതികൾ കൃത്യമായി കൊണ്ട് നടപ്പാക്കുക എന്നുള്ളതാണ്. KSWMPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാലിന്യ സംസ്കരണ രംഗത്ത് മണ്ണാർക്കാട് നഗരസഭ ഈ വർഷത്തോടു കൂടി 8000 ഉപാധികൾ, അതായത് ബയോ ബിന്നും റീകമ്പോസ്റ്റും ഉൾപ്പെടെ മാലിന്യ സംസ്കരണത്തിന് ഓരോ വീടുകളിലും എത്തിക്കുകയാണ്. അതിന് ഓരോ തവണ ആ വാർഡിൽ അത് കൊടുത്തപ്പോഴും അവർക്ക് കൃത്യമായിക്കൊണ്ട് അതിൻ്റെ അവയർനെസ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. ആരോഗ്യമേഖലയിലും കാർഷിക മേഖലയിലും നൂതന പദ്ധതികളുമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 41.4 കോടി രൂപ വരവും 41.28 കോടി രൂപ ചെലവും 11.5 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് KA റഷീദ് അവതരിപ്പിച്ചത്. സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ 1 കോടിയുടെ വികസന പ്രവർത്തനം ഉൾപ്പെടെ ആരോഗ്യമേഖലയ്ക്ക് മുൻതൂക്കം നൽകിയാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ ബജറ്റ് അവതരിപ്പിച്ചത്. 41.4 കോടി വരവും 41.28 കോടി ചെലവും 11.5 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് 2024-25 വർഷത്തെ ബജറ്റ്. ആശുപത്രിയിൽ കുട്ടികൾക്കായി ഹാപ്പിനെസ് പാർക്കിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് 21 ലക്ഷം, പരമ്പരാഗത കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിനും ചെറുകിട കുടിവെള്ള പദ്ധതികൾക്കുമായി 1 കോടി രൂപ, വനിതകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങാൻ 50 ലക്ഷം, ഭിന്നശേഷിക്കാർക്ക് മുച്ചക്രവാഹനത്തിന് 22 ലക്ഷം, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് 43 ലക്ഷം, ശുചിത്വം ഉറപ്പാക്കാൻ 50 ലക്ഷം, ജലസംരക്ഷണത്തിന് 40 ലക്ഷം എന്നിങ്ങനെ തുക നീക്കിവച്ചിട്ടുണ്ട്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് 2024-25 വർഷത്തിൽ വിവിധ മേഖലകൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള വകയിരുത്തലുകൾ: പരമ്പരാഗത ചെലവുകൾ പൊതു ആവശ്യ ഗ്രാന്റ് 7 കോടി 69,000, 70,69,000. ആസ്തി പരിപാലന ഫണ്ട് 1 കോടി 41,55,000. പദ്ധതി വിഹിതം
2,96,26,000. പ്രത്യേക ഘടക പദ്ധതി 2,23,63,68,000. പ്രത്യേക ഘടക പദ്ധതി 83,000. കാർഷിക മേഖലയിൽ വിരിപ്പുകൂലി, മുണ്ടകൻ കൂലി, ജൈവ വിത്ത് വിതരണം എന്നിവയ്ക്കായി 50 ലക്ഷം രൂപ, പാലിന് സബ്സിഡി, കാലിത്തീറ്റ സബ്സിഡി എന്നിവയ്ക്ക് 35 ലക്ഷം, പട്ടികജാതി മേഖലയ്ക്ക് 2.25 കോടി, ഭവനരഹിതരില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ 2.5 കോടി രൂപ എന്നിങ്ങനെയും ബജറ്റിൽ വകയിരുത്തി. പരമ്പരാഗത കുടിവെള്ള സ്രോതസ്സുകളായ കുളങ്ങൾ, കിണറുകൾ എന്നിവ സംരക്ഷിക്കുന്നതിനും പുതിയവ നിർമ്മിക്കുന്നതിനും 1 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ 6.5 ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കും. 30 കോടി രൂപ ചെലവഴിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. തസ്നീമ ഇസ്മയിൽ, PP ഉണ്ണികൃഷ്ണൻ, PTM ഫിറോസ്, PK ബഷീർ മാസ്റ്റർ, PT മുഹമ്മദ് കുട്ടി, P പ്രസന്ന, V സൈദലവി, KS സരിത, ഷഫീന സുക്കൂർ, സജിത വിനോദ്, K ബിന്ദു, പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്കരിയ കുടുമുണ്ട, ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, BDO ഇൻചാർജ് KP സുപ്രഭ, ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഇസ്മായിൽ വിളയൂർ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. 2400 ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ലക്ഷ്യം വെച്ച പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 2024-25 വർഷത്തെ ബജറ്റ് ഭവന നിർമ്മാണ പദ്ധതിക്കും കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനും കാർഷിക മേഖലയ്ക്കും സ്ത്രീ ശാക്തീകരണത്തിനും മുൻതൂക്കം നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 16,98,14,000 രൂപ വരവും 16,17,23,000 രൂപ ചിലവും 8,91,000 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ വനജ കുന്നംകുളത്താണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഈ വർഷത്തിൽ ഇതുവരെ 3,61,101 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചു. ഈ സ്കീമിന് കീഴിൽ 2024-25 സാമ്പത്തിക വർഷം 4,50,186 തൊഴിൽ ദിനങ്ങൾ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനുവേണ്ടി 24.98 കോടി രൂപയുടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. യാഥാർത്ഥ്യബോധത്തോടെ അടുത്ത സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കുവാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ള പദ്ധതികളുടെ വിവരങ്ങളാണ് മുകളിൽ പറഞ്ഞത്. മുൻകാലങ്ങളിൽ പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, സാമൂഹ്യ പ്രവർത്തകർ, പൊതുജനങ്ങൾ, മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം തുടർന്നും എല്ലാവരുടെയും ഉപദേശ നിർദ്ദേശങ്ങളും സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥനയോടെ ബജറ്റ് നിർദ്ദേശങ്ങൾ അംഗീകാരത്തിനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്രാവിഷ്കൃത SVEP പദ്ധതിയിൽ 2400 ചെറുകിട ഇടത്തര സംരംഭങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നതാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ ബജറ്റ്. ഭവന നിർമ്മാണം, കുടിവെള്ളം, കാർഷികം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകൾക്ക് മുൻതൂക്കം നൽകിയുമാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചത്. PMKSY പദ്ധതിയിൽ 46,044 ഹെക്ടർ കൃഷിഭൂമിയിൽ അനുബന്ധ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും കർഷകരെ സഹായിക്കാനും ബജറ്റ് ഊന്നൽ നൽകുന്നു. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ പ്രശ്നം പരിഹരിക്കുന്നതിന് 85.63 ലക്ഷം രൂപ നീക്കിവെച്ചു. വനിതാ ശാക്തീകരണത്തിന് 40 ലക്ഷം രൂപ വകയിരുത്തി. ശുചിത്വം, മാലിന്യ സംസ്കരണം 55.63 ലക്ഷം. പഞ്ചായത്തുകളുമായി സഹകരിച്ച് ബഡ് സ്കൂൾ പദ്ധതി 31 ലക്ഷം. ചെറുകിട വ്യവസായങ്ങൾക്ക് 17 ലക്ഷം. പട്ടികജാതി കുട്ടികളുടെ പഠന സൗകര്യം മെച്ചപ്പെടുത്താൻ 50 ലക്ഷം. മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ഉന്നമനത്തിന് 50 ലക്ഷം എന്നിങ്ങനെയാണ് മറ്റുള്ള പദ്ധതികൾക്കായി തുക നീക്കിവെച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അടുത്ത സാമ്പത്തിക വർഷം 4,50,180 തൊഴിൽ ദിനങ്ങൾ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി 24.98 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കും. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു. ഇതിനകത്ത് കൃത്യമായി ഓരോ വിഭാഗങ്ങൾക്കും ഇപ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ സംസാരിക്കുകയാണെങ്കിൽ ഓരോ വിഭാഗങ്ങൾക്കും, സ്ത്രീകൾക്കും, കുട്ടികൾക്കും എല്ലാം ആയിക്കൊണ്ട്, അതുപോലെ SC/ST വിഭാഗങ്ങൾക്കും ആയിക്കൊണ്ട് കൃത്യമായ രൂപത്തിൽ വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മികച്ച ബജറ്റായി തന്നെ ഇതിന് വിലയിരുത്തുന്നു. ഏറ്റവും മനോഹരമായി തന്നെ ഇതിന്റെ നടപ്പിൽ വരുത്തൽ ഏറ്റെടുക്കും എന്ന പ്രതീക്ഷ മാത്രം പങ്കുവെക്കുന്നു. പ്രധാനമായും വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടി കാഴ്ചപ്പാട് വളരെ വ്യക്തമായി തന്നെ ബജറ്റിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന കുടുംബശ്രീ പോലുള്ള സംഘടനാ സംവിധാനങ്ങളെ ഉപയോഗിച്ച് നമ്മുടെ ബ്ലോക്ക് അതിർത്തിക്കകത്ത്
സ്ത്രീ ശാക്തീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റ് കൂടിയാണ് ഈ ബജറ്റ്. ജനപ്രതിനിധികളും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ മേഖലയിലെ ഒരു വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അവർ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളെ പൂർണ്ണയണമെന്നുണ്ടെങ്കിൽ അവർ യാഥാർത്ഥ്യമാക്കിയ പദ്ധതിക്ക് യഥാസമയം ഫണ്ട് ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ഫണ്ട് ലഭിക്കാതെ വരുമ്പോഴാണ് നമ്മൾ പറയുന്ന പ്രയാസങ്ങൾ. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ സ്പിൽ ഓവർ നല്ലൊരു സംവിധാനം ഉണ്ടായിരുന്നു. പഴയ ഇരുമ്പ് സാധനങ്ങളുടെ വ്യാപാരം സംബന്ധിച്ച ഇടപാടിന്റെ പേരിൽ 3.5 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പട്ടാമ്പി ഞാങ്ങാട്രി സ്വദേശികളായ ദമ്പതികൾ അറസ്റ്റിൽ. RSS മുൻ ദേശീയ നേതാവ് KC കണ്ണൻ, ഭാര്യ ജീജാബായ് എന്നിവരാണ് അറസ്റ്റിലായത്. ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ പരാതി പ്രകാരമാണ് അറസ്റ്റ്. പഴയ ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 3.51 കോടി രൂപ കൈക്കലാക്കിയെന്നാണ് കേസെന്ന് പോലീസ് അറിയിച്ചു. പട്ടാമ്പി ഞാങ്ങാട്രി മേലെടുത്ത് വീട്ടിൽ 60കാരനായ KC കണ്ണൻ, ഭാര്യ 48കാരിയായ ജീജാബായ് എന്നിവരെയാണ് ജില്ലാ ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക സംഘം പിടികൂടിയത്. RSS മുൻ ദേശീയ നേതാവാണ് KC കണ്ണൻ. ഉരുപ്പടികളും പണവും ലഭിക്കാതെയായതോടെയാണ് ആന്ധ്ര സ്വദേശികൾ കഴിഞ്ഞ വർഷം നവംബറിൽ പരാതിയുമായി പട്ടാമ്പി പോലീസിനെ സമീപിച്ചത്. പിന്നീട് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു. ബാങ്ക് വഴിയായിരുന്നു പണമിടപാടെന്ന് ക്രൈംബ്രാഞ്ച് സംഘം പറയുന്നു. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP KA അബ്ദുൾ സലാം, SIമാരായ VR മനോജ് കുമാർ, ഷിലൻ, K പ്രകാശൻ, അജിത്ത്, വനിതാ ASIമാരായ രാഗി, ഷീബ, സിവിൽ പോലീസ് ഓഫീസർ വിജീഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് കേസ് അന്വേഷിച്ചത്. ഒറ്റപ്പാലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇരുവരെയും റിമാൻഡ് ചെയ്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഭരണപരാജയം മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ പോയി സമരം നടത്തിയതെന്ന് BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ നടത്തുന്ന പാലക്കാട് മണ്ഡലം ഉപയാത്രയുടെ സമാപനം ആദ്യ ദിനം കടമ്പഴിപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഭരണം നടത്താനാണ് ജനങ്ങൾ പിണറായിയെ തിരഞ്ഞെടുത്തത്, അല്ലാതെ ഡൽഹിയിൽ പോയി സമരം നടത്താനല്ല. ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. LDFന്റെയും UDFന്റെയും അടിവേരുകൾ ചീഞ്ഞു തുടങ്ങിയെന്നും BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ പറഞ്ഞു. ഇവിടെ ഭരണം തികച്ചും പരാജയപ്പെട്ടപ്പോൾ ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമോ എന്ന പരിഹാസ്യമായ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം നമ്മുടെ തലസ്ഥാന നഗരിയിൽ പോയി കേന്ദ്രവിരുദ്ധ സമരം നടത്തി ഒരുതരം പരിഹാസ്യ പാത്രമായി കഴിഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാൻ വേണ്ടി സാധിക്കൂ. അത്തരമൊരു കഥാപാത്രത്തെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിജയനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രം അതാണ്. മണ്ഡലം പ്രസിഡന്റ് K നിഷാദ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് K ഹരിദാസ്, ജില്ലാ ജനറൽ സെക്രട്ടറി P വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് K വിജയൻ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് P സത്യഭാമ, BDJS മണ്ഡലം പ്രസിഡന്റ് രാജീവ് മാടമ്പി, MS സുനീഷ്, BJP മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ N സച്ചിദാനന്ദൻ, വിജയൻ മലയിൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ നയിക്കുന്ന കേരള യാത്രയുടെ മുന്നോടിയായാണ് C കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് മണ്ഡലം ഉപയാത്ര നടത്തുന്നത്. യാത്ര വെള്ളിയാഴ്ച അഗളി പഞ്ചായത്തിലാണ് പര്യടനം നടത്തിയത്. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ദില്ലിയിൽ നടന്ന പ്രതിഷേധ ധർണയ്ക്ക് ഐക്യദാർഢ്യവുമായി LDFന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണയിൽ നടന്ന പ്രതിഷേധ സദസ്സ് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഉയർത്തുന്ന പ്രശ്നം കേരളത്തിന്റെ പ്രശ്നമാണ്. എന്നാൽ അത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, അത് തമിഴ്നാടിന്റെ പ്രശ്നമാണ്, അത് കർണാടകയുടെ പ്രശ്നമാണ്, അത് പഞ്ചാബിന്റെ പ്രശ്നമാണ്, അത് ഡൽഹിയുടെ പ്രശ്നമാണ്, അത് ഇന്ത്യയിലെ BJP ഇതര സംസ്ഥാന ഗവൺമെന്റുകൾ ഭരിക്കുന്ന നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ് എന്ന നിലയിലേക്ക് അതിന്റെ നിലവാരം ഉയർത്താൻ ആ സമരം ഉപയോഗിച്ചിരിക്കുകയാണ്. പെരിന്തൽമണ്ണ കോടതിപ്പടിയിലാണ് പ്രതിഷേധ സദസ്സ് നടന്നത്. നഗരസഭാ ചെയർമാൻ P ഷാജി അധ്യക്ഷത വഹിച്ചു. PP വാസുദേവൻ, ഹംസ പാലൂർ, CH ആഷിഖ്, MK ശ്രീധരൻ, MM മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. മുതുകുർഷിയിൽ മുൻ മന്ത്രിയും CPI സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KE ഇസ്മായിൽ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പുലാമന്തോളിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം C ദിവാകരനും
ആലിപ്പറമ്പ് തൂതയിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ ശ്യാംപ്രസാദും ഉദ്ഘാടനം ചെയ്തു. മേലാറ്റൂരിൽ CPM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷും കരിങ്കലത്താണിയിൽ ഏരിയ കമ്മിറ്റി അംഗം വള്ളൂരൻ ഹനീഫയും പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യവുമായി ശ്രീകൃഷ്ണപുരത്ത് CPM സംഘടിപ്പിച്ച ജനകീയ പ്രതിരോധ സദസ്സ് ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം യു രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഗിരീഷ് അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി ബി രാജേഷ്, ജ്യോതിവാസൻ എന്നിവർ പങ്കെടുത്തു. കടമ്പളിപ്പുറത്ത് നടന്ന പ്രതിരോധ സദസ്സ് CPM ഏരിയ കമ്മിറ്റി അംഗം കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. NCP ജില്ലാ വൈസ് പ്രസിഡന്റ് പി മൊയ്തീൻകുട്ടി അധ്യക്ഷനായി. CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി സുബ്രഹ്മണ്യൻ, കെ രാമചന്ദ്രൻ, പി ബാലകൃഷ്ണൻ, VA മുരുകൻ, സിദ്ദിഖ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ, കെ ചന്ദ്രശേഖരൻ, സി കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. കരളും വൃക്കയും തകരാറിലായ മങ്കര സ്വദേശിയുടെ ചികിത്സാ ചെലവിനായി പണം കണ്ടെത്താൻ കാരുണ്യയാത്ര നടത്തി ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ 33ഓളം സ്വകാര്യ ബസ്സുകൾ. ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് കാരുണ്യയാത്ര സംഘടിപ്പിച്ചത്. ഒരു ജീവന്റെ വിലയ്ക്കായി കാരുണ്യയാത്ര നടത്തിയിരിക്കുകയാണ് ഒരുപറ്റം സ്വകാര്യ ബസ്സുകൾ. കരളും വൃക്കയും തകരാറിലായ മങ്കര കണ്ണംപരിയാരം സ്വദേശി 51കാരനായ പ്രശാന്തിൻ്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്തുന്നതിനാണ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ 33ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയത്. ഒരു ദിവസത്തെ വരുമാനം മുഴുവനായും പ്രശാന്തിൻ്റെ ചികിത്സയ്ക്കായി നൽകിക്കൊണ്ടാണ് ബസ്സുകൾ സർവീസ് നടത്തിയത്. ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ബസ്സുകളെ ഏകോപിപ്പിച്ച് കാരുണ്യയാത്ര സംഘടിപ്പിച്ചത്. പ്രശാന്തിൻ്റെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ നാട്ടുകാരുടെ കമ്മിറ്റിയാണ് ബസ് മെമ്പേഴ്സ് അസോസിയേഷനോട് സഹായം അഭ്യർത്ഥിച്ചത്. 50 ലക്ഷം രൂപയോളം ചികിത്സയ്ക്കായി വേണം. 2,01,117 രൂപ കാരുണ്യയാത്രയിലൂടെ സമാഹരിക്കാനായി. കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സിന്റെ നേതൃത്വത്തിൽ ഇന്നലെ കാരുണ്യയാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. 36ഓളം ബസ്സുകൾ. മങ്കര സ്വദേശിയായ പ്രശാന്ത് എന്ന് പറയുന്ന ഒരാളുടെ കരളും ലിവറും കിഡ്നി കംപ്ലൈൻ്റ് ആയിട്ട് കോയമ്പത്തൂർ ജമ്മു ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിന് 50 ലക്ഷം രൂപയോളം ചികിത്സയിൽ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സിന്റെ നേതൃത്വത്തിൽ 36ഓളം ബസ്സുകൾ കാരുണ്യയാത്ര നടത്തി. ഇതിൻ്റെ ഭാഗമായി കരള് ദാനം ചെയ്യുന്നതും ഭാര്യയും കിഡ്നി ദാനം ചെയ്യുന്ന അമ്മയുമാണ്. 3 രോഗികളാണ് വരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയും ഇത് കഴിഞ്ഞ് കാരുണ്യയാത്ര നടത്തിയിരിക്കുന്നത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശ്രീനിവാസൻ, സെക്രട്ടറി രാജേഷ് ഒറ്റപ്പാലം, ട്രഷറർ റഫീഖ് മങ്കര, വൈസ് പ്രസിഡന്റ് മുനീർ കാശാമുക്ക എന്നിവർ കാരുണ്യയാത്രയ്ക്ക് നേതൃത്വം നൽകി. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമം. ബാങ്ക് മാനേജറുടെ പരാതിയിൽ എറശ്ശേരിത്തൊടി ഹംസ എന്ന കുഞ്ഞാണിക്കെതിരെ പട്ടാമ്പി പോലീസ് കേസെടുത്തു. യാറത്തിൽ പ്രവർത്തിക്കുന്ന ഈവനിംഗ് ബ്രാഞ്ചിലാണ് സംഭവം. 65 ഗ്രാമിലധികം തൂക്കം വരുന്ന 6 മുക്കുവളകൾ പണയപ്പെടുത്തി 2,70,000 രൂപ കൈക്കലാക്കാൻ ശ്രമിച്ചു എന്ന ബാങ്ക് മാനേജറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിൻ്റെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം പെരിന്തൽമണ്ണയിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു. കുട്ടികൾക്ക് വിരപ്രതിരോധത്തിനുള്ള ഗുളിക വിതരണം ചെയ്തു. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. നഗരസഭാ ചെയർമാൻ പി ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വിരനശീകരണത്തിനുള്ള ആൽബൻഡസോൾ ഗുളികകൾ വിതരണം ചെയ്തു. മണ്ണിൽ കൂടി പകരുന്ന വിരകൾ ഇന്നും ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. 65% കുട്ടികൾക്കും വിരബാധയുള്ളതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് തടയുന്നതിന് 1 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളുകളിലും അങ്കണവാടികളിലും ആൽബൻഡസോൾ ഗുളികകൾ വിതരണം ചെയ്തു വരികയാണ്. പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി മുഖ്യാതിഥിയായിരുന്നു. നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് ഷാൻസി അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ കൗൺസിലർ ഹുസൈന നാസർ, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സി ബിന്ദു, RCH ഓഫീസർ ഡോക്ടർ അബ്ദുൽ നിസാർ AP, സ്കൂൾ പ്രിൻസിപ്പാൾ ലത, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ രാമദാസ് K, സ്കൂൾ പ്രധാന അധ്യാപകൻ സക്കീർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബൂബക്കർ സിദ്ദീഖ്, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷണൽ മീഡിയ ഓഫീസർ PM ഫസൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സെന്തിൽ കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ലേണിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമടങ്ങുന്ന പഠന സംഘങ്ങൾക്കുള്ള ദ്വിദിന പരിശീലനം ആരംഭിച്ചു. പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനു മോൾ ഉദ്ഘാടനം ചെയ്തു.
കേരളത്തിലെ വിവിധ ജില്ലകളിൽ മികവാർന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരങ്ങളായി സ്വരാജ് ട്രോഫി നേടിയ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിന് കില ഒരുക്കിയിട്ടുള്ള സംവിധാനമാണ് പഞ്ചായത്ത് ലേണിംഗ് സെൻറ്റർ. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് നടത്തിവരുന്ന മികച്ച പ്രവർത്തനങ്ങളുടെ അവതരണം, ഫീൽഡ് ട്രിപ്പ്, കലാപരിപാടികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പഠന പരിശീലന പരിപാടി. ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ, ബേസൻവാലി, ആലപ്പുഴ ജില്ലയിലെ നൂറനാട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി 60 പേർ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, കില ജില്ലാ കോർഡിനേറ്റർ കെ ഗോപാലകൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സൈദാലി, ആസൂത്രണ സമിതി അംഗം എം സി വാസുദേവൻ, പഞ്ചായത്ത് സെക്രട്ടറി എസ് ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് എടത്തനാട്ടുകര മണ്ഡലം പ്രസിഡന്റായി മുഹമ്മദ് സിബിത്ത് സ്ഥാനമേറ്റു. മുൻ പ്രസിഡന്റ് നസീഫ് പാലക്കാഴിയിൽ നിന്നും മുഹമ്മദ് സിബിത്ത് മിനിറ്റ്സ് ബുക്ക് ഏറ്റുവാങ്ങി. സ്ഥാനാരോഹണ ചടങ്ങും രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കൊടിയാട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ എന്ത് അഴിമതി നടന്നാലും അഴിമതിയിലൂടെ നേടുന്ന പണം അവസാനം ഇരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കിടക്കയുടെ താഴെയുള്ള ആമാടപ്പെട്ടിയിലാണ് എന്നുള്ളത് കേരളത്തിലെ ജനത ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പക്ഷേ മറുപടി പറയില്ല. മറുപടി പറയാൻ നേരം അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ഇന്ദ്രചന്ദ്രന്മാരെ പേടിയില്ല, ഞാൻ ഊരിപ്പിടിച്ച വടിവാളിന്റെ ഇടയിലൂടെ നടന്നു പോയതാണ്. ഇങ്ങനെ കുറെ തള്ളു ഡയലോഗുകൾക്കപ്പുറം എന്താണ് ഈ അഴിമതിയുടെ മറുപടി എന്നുള്ളിടത്ത് അദ്ദേഹത്തിന് പറയാൻ. കോട്ടപ്പള്ള ടൗണിൽ നടന്ന ചടങ്ങിൽ മുൻ പ്രസിഡന്റ് നസീഫ് പാലക്കാഴിയിൽ നിന്നും മിനിറ്റ്സ് ബുക്ക് ഏറ്റുവാങ്ങി മുഹമ്മദ് സിബിത്ത് സ്ഥാനമേറ്റു. യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് നസീഫ് പാലക്കാഴി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി PR സുരേഷ് മുഖ്യാതിഥിയായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അരുൺകുമാർ പാലകുർശി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ജസീൽ മുഹമ്മദ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് PK നസീർ ബാബു, എടത്തനാട്ടുകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സിബ്ഗത്ത് മടത്തൊടി, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CT മുജീബ്, KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് ആഷിഫ് കാപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചെത്തല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ 4ാമത് ശാഖ നാട്ടുകൽ 55 മൈലിൽ ശനിയാഴ്ച പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 11 മണിക്ക് VK ശ്രീകണ്ഠൻ MP സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് വിഭാഗത്തിലുള്ള ബാങ്ക് വിവിധ തരത്തിലുള്ള നിക്ഷേപ പദ്ധതികളും വായ്പകളും ചിട്ടികളും ഇടപാടുകാർക്കായി ഒരുക്കിയിട്ടുണ്ട്. 1950 ഓഗസ്റ്റ് 11 ചെത്തല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുന്നത്. 74 വർഷം പിന്നിട്ട ബാങ്കിന് 150 കോടി രൂപ പ്രവർത്തന മൂലധനമുണ്ട്. 130 കോടി രൂപ നിക്ഷേപമുള്ള ബാങ്ക് 100 കോടി രൂപയോളം വായ്പ നൽകിയിട്ടുണ്ട്. ബാങ്കിൻ്റെ 4ാമത് ശാഖയാണ് ശനിയാഴ്ച രാവിലെ 11 മണിക്ക് നാട്ടുകൽ 55 മൈലിൽ VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യുന്നത്. K പ്രേംകുമാർ MLA ലോക്കറിൻ്റെ ഉദ്ഘാടനവും N ഷംസുദ്ദീൻ MLA ആദ്യ നിക്ഷേപവും സ്വീകരിക്കും. ചടങ്ങിൽ മുൻ പ്രസിഡന്റുമാരെ ആദരിക്കുമെന്നും ഭരണസമിതി അറിയിച്ചു. 4ാമത്തെ ബ്രാഞ്ച് 55 മൈലിൽ 10/2/2024 പാലക്കാട് MP ശ്രീകണ്ഠൻ അവറുകൾ നിർവഹിക്കുന്നു. അതിൽ മണ്ണാക്കാട് MLA N ഷംസുദ്ദീൻ, ഒറ്റപ്പാലം MLA പ്രേമകുമാർ എന്നിവർ പങ്കെടുക്കുന്നു. ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് വിഭാഗത്തിലുള്ള ബാങ്ക് വിവിധ തരത്തിലുള്ള നിക്ഷേപ പദ്ധതികളും വായ്പകളും ചിട്ടികളും ഇടപാടുകാർക്കായി ഒരുക്കിയിട്ടുണ്ട്. സഹകരണ മേഖലയിൽ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കായി തുടർച്ചയായിട്ട് ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ബാങ്ക് മെമ്പർമാർക്ക് കൃത്യമായ ഡിവിഡൻഡ് നൽകി വരുന്നു. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകളൊന്നായി ബാങ്കിനെ വളർത്തിയെടുക്കുന്നതിൽ നിലവിലുള്ള ഭരണസമിതി പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഹസൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ബാങ്കിൻ്റെ ഭരണസമിതി അവരുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. 60% വരെ ഡിസ്കൗണ്ടിൽ ഗുണമേന്മയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ നൽകുന്ന നീതി മെഡിക്കൽ സ്റ്റോറും മികച്ച കമ്പനികളുടെ രാസവളങ്ങൾ വിതരണം ചെയ്യുന്ന ഡിപ്പോയും ബാങ്കിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. പെൺമക്കളുടെ വിവാഹവും മറ്റാവശ്യങ്ങളും മുന്നിൽ കണ്ട് സ്വർണം കരുതി വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 25 ലക്ഷം രൂപ വരെ വായ്പ അനുവദിക്കുന്ന സാഫല്യമെന്ന ഗോൾഡ് പർച്ചേസ് സ്കീം ഉടൻ ആരംഭിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു. ഈ സേവനം തച്ചനാട്ടുകര പഞ്ചായത്തിന് പുറത്തുള്ളവർക്കും ലഭ്യമാണ്. ബാങ്ക് പ്രസിഡന്റ് PT ഹസൻ, സെക്രട്ടറി K അഷ്റഫ്, വൈസ് പ്രസിഡന്റ് P കൃഷ്ണദാസ്, തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, ബ്രാഞ്ച് മാനേജറായ TP മൻസൂർ അലി, C ഉമ്മർ, ജീവനക്കാരനായ EB രാജേഷ്, UP അഹമ്മദ് കബീർ, M മിഥിലാജ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പൂഴിയപ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. ഗജവീരന്മാരുടെ അകമ്പടിയിൽ വിവിധ ദേശവേല എഴുന്നള്ളിപ്പ്, പൂതൻതിറ, നാടൻ കലാരൂപങ്ങൾ എന്നിവ ഉത്സവത്തിന് നിറം ചാർത്തി. മേളം, ഇടയ്ക്ക പ്രദക്ഷിണം,
കാളകളി എന്നിവയും ഉണ്ടായി. ബാലയും അരങ്ങി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോടുണ്ടായ വാഹനാപകടത്തിൽ മണ്ണാർക്കാട് സ്വദേശികളായ 2 വിദ്യാർത്ഥികൾ മരിച്ചു. 22 വയസ്സുള്ള ഫായിസ് അലി, ഫർസാൻ എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ച ബൈക്ക് KSRTC ബസ്സുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തിരുവിഴാംകുന്ന് വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ സ്ഥലത്തെ മരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവം അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. 71 കോടിയുടെ വികസന പദ്ധതികളുമായി മണ്ണാർക്കാട് നഗരസഭയിൽ 2024-25 വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണത്തിനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ. ബജറ്റിൽ മണ്ണാർക്കാടിന്റെ വികസനത്തിനുതകുന്ന ഒന്നുമില്ലെന്ന് BJP അംഗം. ആരോഗ്യമേഖലയിലും കാർഷിക മേഖലയിലും നൂതന പദ്ധതികളുമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ്. 2400 ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ലക്ഷ്യം വെച്ച് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിനും പുതിയ ബജറ്റ് അവതരിപ്പിച്ചു. ഭവന നിർമ്മാണത്തിനും മുൻഗണന. സ്ക്രാപ്പ് ഇടപാടിന്റെ പേരിൽ 3.5 കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിൽ പട്ടാമ്പി സ്വദേശികളായ ദമ്പതികൾ അറസ്റ്റിൽ. RSS മുൻ നേതാവ് K. കണ്ണൻ, ഭാര്യ ജീജാബായ് എന്നിവരാണ് അറസ്റ്റിലായത്. ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെ പരാതിയിലാണ് അറസ്റ്റ്. ഭരണപരാജയം മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ പോയി സമരം നടത്തിയതെന്ന BJP ദേശീയ സമിതി അംഗം CK പത്മനാഭൻ. ധൂർത്തും അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും CK പത്മനാഭൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.